ഹായ് എവരിവൺ, വെൽക്കം ടു ഷൈനിഗസ് വ്ലോഗ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മഷ്റൂം ബട്ടർ ഗാർലിക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ബട്ടർ വേണം, പിന്നെ മഷ്റൂം സൈഡിൽ ചോപ്പ് ചെയ്തേക്കണം, പിന്നെ നമ്മൾ ചെറിയൊരു സവാള ചോപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് ഗാർലിക്, പിന്നെ കുറച്ച് നമ്മളിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില വേണം, കൊറിയാൻഡർ ലീവ്സ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻ്റ് ആണ്, റെഡ് ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ. ഓക്കെ, നമ്മൾ റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം ഗ്യാസ് ചെറിയൊരു കടായാണ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബട്ടർ ഇട്ട് അത് നമ്മൾ സോട്ട് ചെയ്യും. ബട്ടർ ഒന്ന് ചൂടാക്കി അതിലോട്ട് ഞാൻ ഇച്ചിരി ഗാർലിക് ഇട്ട്, ഇത് സ്ലൈറ്റ്ലി ചോപ്ഡാണ് ഈ ഗാർലിക്ക്. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറവായാലും സ്ലൈറ്റ്ലി ചോപ്പ് 2-3 ഗാർലിക്കിൻ്റെ എടുത്തു. പിന്നെ അതൊന്ന് നല്ലോണം സോട്ടായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചോപ്പ് ചെയ്ത അണിയൻ ഇട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മൾ ചോപ്പ് ചെയ്ത അണിയൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സോട്ടാവും. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഞാനൊരു ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇടുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് വേറെ ടെർമറിക് പൗഡറോ കൊറിയാൻഡർ പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലോണം ഒന്ന് ബട്ടർ ഗാർലിക്കുമായിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പോകുന്നു. ഓക്കെ, ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മഷ്റൂം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് സ്റ്റിർ ചെയ്യാം. ഇത് ഒത്തിരി മസാലയൊന്നും വേണ്ട, ഇത് ഒത്തിരി സ്പൈസി അല്ല. നമുക്ക് ആ ഗാർലിക്കിൻ്റെ ഇതും ബട്ടറിൻ്റെ ആ ഒരു സ്മെല്ലാണ് വേണ്ടത്. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ്സ് സോട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് പെപ്പറാണ്. ഇതിനകത്ത് വേറെ സ്പൈസി ഒന്നും വേണ്ട. ഞാനിനകത്ത് ഇടുന്നത് ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ പെപ്പറാണ്. പെപ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റെഡ് ചില്ലി ഫ്ലേക്സാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. ഞാനൊരു 1/4 സ്പൂൺ ടീസ്പൂൺ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സ്. ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഇതനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും സ്റ്റിർ ചെയ്യാണ് ഒരു 5 മിനിറ്റ്സത്തേക്ക്. ഓക്കെ, ഞാനിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഒരു 5 മിനിറ്റത്തേക്ക്. ഞാനിത് ഒന്നും കൂടി നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ബട്ടർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് ക്വിക്കായിട്ട് റെഡിയാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിലോട്ട് ഞാൻ ഇച്ചിരി കൊറിയാൻഡർ ലീവ്സും കൂടി ഇട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് റൈസിൻ്റെ ഒപ്പം ഒക്കെ ആയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ.